നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചാണ്. അത് എവിടെ നിന്നാൽ, ലഗ്നത്തിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭൗതിക വിഷയത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ. ശുക്രനെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ. അത്യാവശ്യം വിശദമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അത് കണ്ടു നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ശുക്രൻ ലഗ്നത്തിൽ നിന്നാലൊരു ഭാഗ്യദായകമായിട്ടുള്ളൊരു യോഗമാണ്. ബലവാനായിട്ട് സ്വന്തം നക്ഷത്രത്തിൽ അല്ലെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമായിട്ടുള്ളൊരു യോഗമാണ്. നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കും, കാണാൻ നല്ല സുന്ദരനും സുന്ദരികളും ഒക്കെ ആയിരിക്കും, സൗഹൃദപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിരിക്കും, നല്ല ദയുണ്ടായിരിക്കും. ഈ ബുധൻ്റെ സൗഹൃദപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റത്തിൽ ദയുണ്ടാവില്ല, മനസ്സിലാവുന്നുണ്ടോ? അതേസമയത്ത് ശുക്രൻ്റെ സൗഹൃദപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റത്തിൽ ദയുണ്ടാവും. വളരെ റൊമാൻറ്റിക്, ഭൗതിക സുഖങ്ങളിൽ വേണം എന്നാഗ്രഹിക്കുന്നവരാണ്, നന്നായി ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അത്യാവശ്യം ഭക്തിയുള്ളവരാണ്. അസുര ഗുരുവല്ലേ, അപ്പോൾ അസുര ഗുരു ആകുമ്പോൾ ബ്രാഹ്മണൻ തന്നെയാണ്, അറിവ് ജ്ഞാനിയാണ് ശുക്രാചാര്യർ. അപ്പം അതുകൊണ്ട് തന്നെ ഭക്തരായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന മഹിഷാസുരനായാലും ഇവരൊക്കെ ആണെങ്കിലും ഒരു സൈഡ് വളരെ മോശമാണെങ്കിലും മറ്റൊരു സൈഡിൽ അവർ നല്ല ഭക്തരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്തരായിരിക്കും. തൻ്റെ കൂടെ നിൽക്കുന്നവരോട്, തന്നെ സ്നേഹിച്ച് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരോടൊക്കെ ഒരു ദയയും ദാക്ഷിണ്യവും ഒക്കെ ഇവർക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഗ്രഹമല്ലേ ശുക്രൻ. അപ്പം അത് ലഗ്നത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് എമ്പതി ഉണ്ടാവും. പിന്നെ രണ്ടാമത്തേത് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. ഇമോഷൻസ്, അപ്പോൾ ഇമോഷണൽ ഒരു കണക്ഷൻസ് അവർക്ക് എപ്പോഴും വേണം. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങൾ. എന്നാലും നമുക്കൊന്ന് ഇതിൻ്റെ പോസിറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തത് ചാമിങ് പേഴ്സണാലിറ്റി ആയിരിക്കും. വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, നല്ല ചാമിങ് ആയിരിക്കും, വളരെ പ്ലസൻ്റായിട്ട് ഇടപെടുന്നവരായിരിക്കും, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും ഇവരെ. നല്ല രസമായിരിക്കും ഇവരെ കാണാനും ഒക്കെ. നമ്മൾ ഒരു നന്നായി ഒരുങ്ങി നടക്കും, നല്ല രസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുന്ദരനും സുന്ദരിമാരും ഒക്കെ ആയിരിക്കും എന്നുള്ളത്. വളരെ ഹാൻഡ്സമും അതുപോലെ തന്നെ വളരെ ഗോർജസ് ആയിട്ടുള്ള ലേഡീസും ഒക്കെ ആയിരിക്കും ശുക്രൻ ബലപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതൊരു നമുക്ക് നോക്കും, നമുക്കൊരു ഒന്ന് നോക്കും, നമ്മളറിയാം. അത്രയും ഒരു സൗന്ദര്യമുള്ളവരായിരിക്കും, വളരെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർ. അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും, ആർട്ടിസ്റ്റിക് ടാലൻറ്റുകളുണ്ടാവും. അത് ടാലൻറ്റഡ് ഇൻ ആർട്ട് എഴുതുന്നത്, വരയ്ക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളത്. അല്ലെങ്കിൽ ടാലൻറ്റഡ് ഇൻ മ്യൂസിക് കമ്പോസിങ്, മ്യൂസിക് പഠിക്കൽ, ഇൻസ്ട്രുമെൻ്റൽ പ്ലേയിങ്, അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഡിസൈനിങ്, ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, ബൗട്ടിക്കിലൊക്കെ ഈ നമ്മുടെ എന്താ പറയുക കോസ്റ്റ്യൂം ഡിസൈനിങ്, അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റിക് ഏരിയകളിലൊക്കെ ഇവർക്ക് നല്ല കഴിവുകളായിരിക്കും. നല്ല എസ്തെറ്റിക് സെൻസ് ആയിരിക്കും, അതാണ് മെയിൻ. എസ്തെറ്റിക് സെൻസ് ഉള്ളവരായിരിക്കും ഇവർ. അതുപോലെ തന്നെ വളരെ ജെന്യൂനായിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇവർക്കുണ്ടാവും. പ്രത്യേകിച്ച് ഫാമിലി അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഒരു ചേർന്ന് പോകാനും എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനും ഒക്കെയുള്ളൊരു കഴിവ് ഇവർക്ക്. ഈ ഭൗതിക വിഷയങ്ങളോടും എല്ലാത്തിനോടും നല്ല താല്പര്യമാണെങ്കിൽ പോലും കുടുംബത്തോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റും അതിനോടൊരു സ്നേഹവും സാമൂഹിക വ്യവസ്ഥിതിക്ക് അനുസരിച്ച് ഉള്ള നല്ല സമൂഹത്തിന് വേണ്ട നല്ല ആൾക്കാരെന്നൊക്കെ പറയത്തില്ല, നമ്മൾ പറയത്തില്ല, വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള, കുറച്ചൊക്കെ ഷോ ഓഫ് ഉണ്ടാവും, എന്നാൽ പോലും വളരെ ജെന്യുവനായിട്ടുള്ള ഫാമിലി, മറ്റുള്ളവരെ സഹായിക്കാനും ബന്ധുക്കളെയൊക്കെ സഹായിക്കാനും എന്ന് നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ നന്നായി ഒരുക്കുകയും നല്ല വലിയ വീടുകളും ഒക്കെ കാണിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഉണ്ടാവും. വീടൊക്കെ നന്നായി അലങ്കരിച്ച് വെച്ച് നല്ല രീതിയിൽ ഡ്രസ്സുകളൊക്കെ ധരിച്ച്, അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ നല്ല രസമാണ്. പക്ഷേ അത് ബോറായിട്ട് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നില്ല, ഇതൊക്കെ ഇവർ ചെയ്യും. അതോടൊപ്പം തന്നെ ഫാമിലി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ചിലർ കാണിക്കൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബുധൻ ചന്ദ്രനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലൊരു കാണിക്കൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കുള്ളിൽ ഉണ്ടാകുകയും
അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലക്ഷൂറിയസ് ടേസ്റ്റ് ഇവർക്കുണ്ടാവും. കംഫോർട്ടിനോടും ബ്യൂട്ടിയോടും സെൻഷ്വൽ പ്ലഷറിനോടും ഒക്കെ ഉള്ളൊരു ശരിക്കുള്ള താല്പര്യം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നല്ല കാമുകനോ അല്ലെ കാമുകിയോ ഉണ്ടായിരിക്കും. ഹൈലി റൊമാൻറ്റിക് ആയിരിക്കും, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കും, വളരെ എംപത്തറ്റിക് ആയിരിക്കും. ഉറപ്പായിട്ടും അതൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. അതൊക്കെ അനുഗ്രഹിച്ച് അങ്ങനെയുള്ളൊരു പാർട്ട്ണറിനെയൊക്കെ കിട്ടുകയും ചെയ്യും. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അതൊന്നും പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നാലാണ് അത് മോശമായിട്ട് വേറെ വഴിക്ക് പോയിട്ട് നമുക്കുള്ളൊരു പാർട്ട്ണറിനെ നശിപ്പിച്ച് ജീവിതം മൊത്തം കുറ്റബോധം കൊണ്ട് നടക്കേണ്ടിയൊക്കെ വരുന്നത്. വാസ്തവത്തിൽ ശുക്രൻ ബലപ്പെടണം ജാതകത്തിൽ. കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ലൈഫ്, നല്ലൊരു പാർട്ട്ണറെ കിട്ടാനും, നല്ല പാർട്ട്ണറാണെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് ചേർന്ന് പോകാനുമൊക്കെ ശരിക്കും ശുക്രൻ ജാതകത്തിൽ ബലപ്പെടണം. പ്രത്യേകിച്ച് പുരുഷ ജാതകത്തിൽ. സ്ത്രീ ജാതകത്തിൽ വ്യാഴവും, സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തിൻ്റെയും കുജൻ്റെയും ബലമാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ. ഇത്രയൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ചലഞ്ചസ്. ശുക്രൻ ലഗ്നത്തിൽ പ്ലേസ്ഡ് ആയാൽ ഉണ്ടാവാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ടെൻഡൻസി ടു ഓവർ ഇൻഡൽജ് ഇൻ സെൻഷ്വൽ പ്ലഷേഴ്സ് ആൻഡ് കംഫർട്ട്. പലപ്പോഴും നശിപ്പിച്ച് കളയുന്ന, ജീവിതം നശിപ്പിച്ച് കളയുന്ന ഓവറായിട്ട് സെൻഷ്വൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയും കംഫോർട്ടിന് വേണ്ടിയിട്ടും ധർമ്മബോധം നഷ്ടപ്പെടുത്തി കളയുമ്പോഴാണ് പലപ്പോഴും ഇവർ കൂപ്പുകുത്തുന്നത്. നമുക്ക് പുരാണത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊന്ന് ഡീകോഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ ശുക്രൻ ലഗ്നത്തിൽ അല്ലെ ശുക്രന് ബലപ്പെട്ടവർക്ക് ഇതൊരു ഉപകാരമാവും. കാരണം വളരെ കഷ്ടപ്പെട്ടായിരിക്കും അസുരന്മാർ തപസ് ചെയ്യുന്നത്. ഒരുപാട് അവരുടെ തുടക്കകാലം നോക്കിയാൽ മതി, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിശക്തമായ തപസ് ചെയ്ത് വരം വാങ്ങും. വരം വാങ്ങി അവരെന്തൊക്കെയാണോ നേടേണ്ടതൊക്കെ നേടി നന്നായിട്ട് പോകുമ്പം കുറച്ച് കഴിയുമ്പം ആ നേട്ടമെല്ലാം കഴിഞ്ഞ് അത് ആസ്വദിച്ച് തുടങ്ങുമ്പം അതിൻ്റെ ഗുണങ്ങൾ കിട്ടി തുടങ്ങുമ്പോൾ അഹങ്കാരം കൂടും. അഹങ്കാരം കൂടുമ്പം വെളിച്ചമാകുന്ന ഗുരു പറഞ്ഞു കൊടുക്കുന്നതടക്കം നിഷേധിച്ചിട്ട് ലാസ്റ്റ് മരണത്തിലേക്ക് പോകുന്നതാണ്, അല്ല സർവനാശത്തിലേക്ക് പോകുന്നതാണ് മിക്ക അസുരന്മാരുടെയും കഥ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു ദേവൻ, ഒരു അസുരൻ, അസുരന്മാരുടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു. അസുരൻ തപസ് ചെയ്യുന്നു, വരം വാങ്ങിക്കുന്നു, ദേവന്മാരെ അടിച്ച് പുറത്താക്കുന്നു. ദേവന്മാർ തപസ് ചെയ്യുന്നു, മഹാശക്തി ഒരു പുതിയ ഇൻകാർണേഷൻ എടുത്ത് വരുന്നു, അത് അസുരന്മാരെ നശിപ്പിക്കുന്നു. പക്ഷെ അസുരന്മാരുടെ സൈഡ് മാത്രം ചെയ്തു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അസുരന്മാർ അജേയരായി പോവാത്തതിൻ്റെ കാരണം നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് അസുരന്മാർ അല്ലെങ്കിൽ ഭൗതികവാദികൾ ഒരു കാര്യം സമ്പാദിക്കുന്നത്. അത് സമ്പാദിച്ച് മുന്നോട്ട് പോയി അതിൽ സക്സസ് ആയി കഴിയുമ്പോൾ പിന്നെ അഹങ്കാരം നോക്കും. ഞാൻ, എൻ്റേത്, എനിക്ക്. ഇവരുടെ കഴിവുകളിലുള്ള ഇവരുടെ ആത്മവിശ്വാസം, ഇവർക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള വരങ്ങളിൽ അമിതാത്മവിശ്വാസം വന്നിട്ട് എന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെച്ച് കൊല്ലരുതെന്നോ, അകത്ത് വെച്ച് കൊല്ലരുതെന്നോ, മുകളിൽ വെച്ച് കൊല്ലരുതെന്നോ, താഴെ വെച്ച് കൊല്ലരുതെന്നോ, പകലിൽ കൊല്ലരുതെന്നോ, രാത്രി കൊല്ലരുതെന്നോ ഒക്കെ വിചാരിച്ച് കാര്യങ്ങളിലൊക്കെ ഇൻസെക്യൂരിറ്റിക്ക് പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇതെല്ലാം അടച്ചു വെച്ചേക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. എന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കാലം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ കാലം ചെയ്ത പ്രവർത്തിക്കുള്ള ഫലം കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ ശുക്രൻ ബലപ്പെട്ടവർ അവർക്ക് കിട്ടിയിട്ടുള്ള, ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു കംഫോർട്ട് സോണുണ്ട്. പലതും അവർ കഷ്ടപ്പെട്ട് തന്നെ നേടിയിട്ടുള്ളതാണ്. ആ വന്ന വഴി മറന്ന് വിജയങ്ങളുടെ ലഹരിയിലായിപ്പോയാൽ, ഇന്ദ്രിയ സുഖങ്ങളുടെ ലഹരിയിലായിപ്പോയാൽ, നേടിയതിലെ സുഖത്തിനുള്ളിലുള്ള ലഹരിയിലായിപ്പോയാൽ അവനവനെ മറന്നു തുടങ്ങുമ്പോൾ അസുരൻ തൻ്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരെ പോലും പറയുന്നത് പിന്നെ കേൾക്കാതെ ഗുരുവിൻ്റെ കാര്യം നോക്കിയാൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയാണ് മിക്കവരും പറയുന്നത്. അവിടെയാണ് നാശത്തിൻ്റെ ആരംഭം. ഗുരുത്വം നശിപ്പിച്ചു തുടങ്ങുമ്പോഴാണ് പലപ്പോഴും ശുക്രൻ തന്നെ ബലമുള്ളവർ, ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർ പണി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻഷ്വൽ പ്ലഷേഴ്സിനെയും കംഫോർട്ട് സോണിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇനി അടുത്ത ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ടർബുലൻസ് ആണ്. മൂഡ് സ്വിങ്സ്, അപ്സ് ആൻഡ് ഡൗൺസ്. അതുപോലെ തന്നെ ഫിയർ ഓഫ് റിജക്ഷനെ വല്ലാത്ത ഭയമാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടത്തില്ല. അസുരന്മാരുടെ നേച്ചർ ശ്രദ്ധിച്ചില്ല. ഇപ്പം
ഇപ്പം പ്രഹ്ലാദൻ്റെ അടുത്ത് ഹിരണ്യകശിപു പറയുന്നത്, നീ എന്നെ നാരായണനായിട്ട് കണ്ടുപിടിച്ചോളൂ, എന്നെ ഈശ്വരനായിട്ട് കണ്ടുപിടിച്ചോളൂ, നീ ഇതിനാ പുറത്ത് പോയി വിളിക്കുന്നത്, അവൻ ആരാ എന്താ, കാരണം ഞാനാണെല്ലാം, ഞാനുണ്ടല്ലോ, എല്ലാം ചെയ്തു തരാൻ ഞാനുണ്ടല്ലോ, എല്ലാം എന്നിലേക്ക് ഒതുങ്ങുന്നു. അങ്ങനെ ഒരു പ്രശ്നം ശരിക്കും ശുക്രൻ നെഗറ്റീവ് ആയാൽ വരും. ഇത്രയും കഴിവും സൗന്ദര്യമുള്ള ഞാനുള്ളപ്പോൾ ഇനി വേറൊരു കാര്യത്തിന് എന്തിനാണ് ഒരാൾ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് എലമെന്റ് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വരാം. പക്ഷെ അത് മാത്രമല്ലല്ലോ കാര്യം, അപ്രീഷിയേറ്റ് ചെയ്യാത്തപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാത്തപ്പോഴും റിജക്ഷനൊക്കെ വരുമ്പോഴും ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ഉണ്ടാവണം. അത് പൊതുവെ ശുക്രന് കുറവാണ്. അതുപോലൊരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഓവറായിട്ട് ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടിയിട്ട് സമയം കളയും. അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒബ്സഷൻസ്. ഫിസിക്കൽ അപ്പിയറൻസ് ആണ് മെയിനായിട്ട് ഇവർ വല്ലാതെ വെച്ച്, പ്രത്യേകിച്ച് കുറേ പ്രായമൊക്കെ ആയി കഴിയുമ്പം വല്ലാതെ ഡിപ്രഷൻ ആവുന്നവരെ കുറിച്ച് ഉള്ള ആർട്ടിക്കിളുണ്ട്. ഒരു വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാവുന്ന സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ ചെല്ലുക, അല്ലെങ്കിൽ ഇതേപോലെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയൊക്കെ പ്രായമുള്ളവരുടെ ഏജ് കുറയ്ക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിയൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരാളുടെ പ്രായം കൂടുമ്പം അവർക്ക് മെൻ്റലി അവർ ഡൗൺ ആവുന്നതും അതിനെ എങ്ങനെ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളതുമൊക്കെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തായാലും പ്രായം മുന്നോട്ടാണ് പോകുന്നത്, അപ്പോൾ അത് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ശുക്രന് ബലമുള്ളവർ, ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് സൗന്ദര്യബോധം കൂടുതലായതുകൊണ്ട് തന്നെ പ്രായം കൂടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോകും അവർ. അപ്പം ആ ഡിപ്രഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡിപ്രഷനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതുപോലെ തന്നെ ബ്യൂട്ടി ക്ലിനിക്കുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ എങ്ങനെയാണ് അത് ബിസിനസ്സാക്കി മാറ്റുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഏകദേശം എന്തായിരിക്കും ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് ഒബ്സർവേഷന് വിട്ടുതരുന്നത്. പൊതുവേ ഓവറായിട്ടുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടും ഓവറായിട്ടുള്ള ഒരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു അതിൽ കോൺഷ്യസ് ആവുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ. അടുത്തത് റിലേഷൻഷിപ്പ് ചലഞ്ചസ് ആണ്. ഈ ശുക്രനും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 9 ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ഈ 9 ഗ്രഹങ്ങളും സന്യാസിമാരല്ല എന്നുള്ളത് കൊണ്ട്, ഈ 9 ഗ്രഹങ്ങളും ഗ്രഹസ്ഥരായിരുന്നു എന്നുള്ളത് കൊണ്ടും ഇവരുടെ ഭാര്യമാരും മക്കളുമായിട്ടുള്ള കഥകളെ ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് ഡീകോഡ് ചെയ്തിട്ട് ഈ ഗ്രഹങ്ങളുടെ റിലേഷൻഷിപ്പ് ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളതും പല ഗ്രഹങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഒക്കെ നമുക്ക് 7ാം ഭാവത്തെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഭാരതീയ സൈക്കോളജിയും വെസ്റ്റേൺ സൈക്കോളജിയും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, മോഡേൺ സൈക്കോളജി പ്യുവർലി എല്ലാത്തിനും ഒരു മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവരത് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഭാരതീയ മനഃശാസ്ത്രം അല്ലെങ്കിൽ തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനഃശാസ്ത്രം എന്ന് പറയുന്നത് കൂടുതലും ആന്തരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. പാശ്ചാത്യമായിട്ടുള്ള നാടുകളിൽ അവരുടെ ഉത്ഭവം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മോഡേൺ സൈക്കോളജി എന്തിൻ്റെ ഓഫ് ഷൂട്ടാണെന്നുള്ളത് മനസ്സിലാവും. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള തന്ത്രശാസ്ത്രമല്ല മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണെന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ആ സമയത്ത് ഈ ഗ്രഹങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് സമയം കളയണ്ട. അതൊക്കെ നമുക്ക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ഒബ്സർവ് ചെയ്യാനും സാധാരണ ജ്യോതിഷത്തെ കാണുന്ന രീതിയിൽ നിന്ന്, ജസ്റ്റ് പരിഹാര കർമ്മങ്ങൾക്കും ഇതിനു വേണ്ടി കാണുന്ന രീതിയിൽ നിന്ന് മാറി മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഈ ശാസ്ത്രം ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് കരിയർ ആൻഡ് ലൈഫ് പാത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ക്രിയേറ്റീവ് പ്രൊഫഷണൽ ഏരിയകളാണെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഫഷൻസാണ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ട്, മ്യൂസിക്, ഡിസൈൻ, ഫാഷൻ അല്ലെങ്കിൽ ഇതേപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ലോകങ്ങളിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ജോലികളും അവരവരുടെ തലത്തിനും കഴിവിനും അനുസരിച്ച് പറ്റും. അടുത്ത ഡിപ്ലോമസി ആൻഡ് മീഡിയേഷൻ റോളുകളിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കരിയർ ഇൻ ഡിപ്ലോമസി, അതേപോലെ കൗൺസിലിങ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ് ഉള്ള മേഖലകളൊക്കെ ഉണ്ടല്ലോ. ഈ ഇടനിലയൊക്കെ നിന്ന് കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുന്ന മേഖലകളുണ്ടല്ലോ, അതൊക്കെ നന്നാവും. അതുപോലെ തന്നെ ലക്ഷറി ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഏരിയകൾ ഭംഗിയാവും. ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ടു ലക്ഷറി,
ഹോസ്പിറ്റാലിറ്റി, എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള സിനിമ, അങ്ങനെയൊക്കെയുള്ള മേഖലകളുണ്ടല്ലോ. വളരെ വലിയ ഹ്യൂജ് എമൗണ്ടുകൾ പമ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് അതുപോലെ തന്നെ ഹ്യൂജായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന മേഖലകളൊക്കെ ഉണ്ടല്ലോ. സ്റ്റാർ ഹോട്ടൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള മേഖലകളൊക്കെ, എൻ്റർടൈൻമെൻറ്റ് മേഖലകളൊക്കെ പറ്റും. ടീച്ചിങ് ആൻഡ് മെൻറ്ററിങ് ഏരിയകളിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസ് ടീച്ചർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഏരിയകളിൽ മെൻറ്ററായി മാറാൻ പറ്റും. ആർട്ടിസ്റ്റിക് പെർസ്യൂട്ട്സുകളിലൊക്കെ ഒരു ടീച്ചർ ആവാനോ അല്ലെങ്കിൽ ആ ഏരിയകളിലൊക്കെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ലെജൻഡറി ആയിട്ടുള്ള അധ്യാപകരുണ്ടല്ലോ. നമ്മൾ ചില അധ്യാപകരെ കുറിച്ച് കേൾക്കുമ്പം നമ്മൾ ഞെട്ടാറില്ലേ. അവരുടെ കൂടെ പഠിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ ആ ഒരു ക്വാളിറ്റി, ഞാൻ പലപ്പോഴും എനിക്ക് ഈ പുല്ലാങ്കുഴൽ കേൾക്കുന്നത്, സോളോ പുല്ലാങ്കുഴൽ കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും ഇന്ന് ഇവരുടെയൊക്കെ ആ ഹരിപ്രസാദ് ചൗരസിയുടെ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുള്ള പലരുടെയും ആ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചതിൻ്റെ ഒരു ക്വാളിറ്റി അവരിലുണ്ട്. അതുപോലെ തന്നെ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ച ശിഷ്യന്മാർക്ക് അവരുടേതായ ഒരു ക്വാളിറ്റി ഉണ്ടാകും. അപ്പം ഈ ആർട്ടിസ്റ്റിക് മേഖലകളിൽ നല്ല ഗുരുക്കന്മാരായിട്ട് മാറുന്നവരെല്ലാം തന്നെ ശുക്രന് ബലമുള്ളവരാണ്. നിങ്ങൾക്കത് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ആൻട്രപ്രണർഷിപ്പുകളിൽ, ലക്ഷറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ സക്സസ്ഫുൾ ആവും. ലക്ഷറി അല്ലെങ്കിൽ ഈ ആർട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈനിങ്സ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആർട്ട്, മ്യൂസിക്, ലക്ഷറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്യുവർലി ലക്ഷറി, എൻ്റർടൈൻമെൻറ്റ്, എക്സ്ട്രോവേർട്ടുകളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഈ ശുക്രൻ മോശമായി കഴിഞ്ഞിട്ടുള്ള ലക്ഷറിയാണ് വാസ്തവത്തിൽ. ലക്ഷറി ആയിട്ടുള്ള വേശ്യാവൃത്തികൾ, ബാറുകൾ, പബ്ബുകൾ, അങ്ങനെ എല്ലാം അതിൽ എൻ്റർടൈൻ ചെയ്യുന്നത്, ജസ്റ്റ് ഫോർ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഡാൻസും പാട്ടും, ലൈഫിനൊരു പർപ്പസ് ഇല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിപ്രസ്ഡായി എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒടുങ്ങിപ്പോവും. അതേസമയത്ത് ചില ആൾക്കാർ ഇതിലേക്കൊക്കെ പോവുകയും ഇത് ചെയ്തിട്ട് അവരവരുടെ ലൈഫിനെ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്ത് വേറൊരു തലത്തിലേക്ക് വളർന്നു കയറും. ഭയങ്കര ബിസിനസ് സക്സസ്ഫുൾ ആവും, സിനിമയിൽ സക്സസ്ഫുൾ ആവും, പാട്ടുകളിൽ സക്സസ്ഫുൾ ആവും, കലാപരമായിട്ടുള്ള സക്സസ്ഫുൾ ആവും. ഈ ഏരിയകളിൽ ഞാൻ പറഞ്ഞ പോലെ സെൻഷ്വലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സെൻഷ്വൽ പ്ലഷേഴ്സിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ ഒരു കംഫോർട്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്താൽ കഴിവുകൾ വല്ലാണ്ട് നശിച്ചു, സർവ്വ അനുഗ്രഹങ്ങളും നശിച്ചു. അത് സൂക്ഷിക്കേണ്ടതുമാണ്, പ്രത്യേകിച്ച് കരിയറിൽ. ഇനി ഇവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകൾ ഒന്ന് പറഞ്ഞു പോകാം. ലഗ്നത്തിലെ ശുക്രൻ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവാം. ഡീപ്പായിട്ടുള്ള ഒരു ഇൻറ്റൻസ് റൊമാൻറ്റിക് കണക്ഷൻ ആയിരിക്കും ഇവർക്ക് ഇവരുടെ പാർട്ട്ണറിനോടുള്ളത്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വിത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. പിടിച്ചിങ്ങനെ പിടിവിടാത്ത രീതിയിൽ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ അവളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. ഒരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടാവും. പോസസീവ്നെസ്സും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ശുക്രന് ബലമുള്ളവർ, ശുക്രനോ വ്യാഴത്തിനോ ബലമുള്ളവരെ ശരിക്കും കല്യാണം കഴിക്കുള്ളൂ കേട്ടോ. വല്ല ബുധനെയൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ അവർക്ക് മടുക്കും. കാരണം നിങ്ങൾ ഇനി എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും അത് ലാസ്റ്റ് അവർക്കൊരു ശല്യമായി മാറും. കാരണം ബുധൻ ചോയ്സിൻ്റെ ആളാണ്. ബുധൻ ഒരു 3 മാസം 4 മാസത്തിൽ കൂടുതൽ ഒന്നിനോട് ചേർന്നിരിക്കാൻ പറ്റത്തില്ല, കുട്ടിക്കളിയാണ്. അതൊരു എക്സ്പെരിമെൻ്റൽ നേച്ചറാണ്. ശുക്രനുള്ള ആൾക്കാർ പലപ്പോഴും ലൈഫിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ബോണ്ടിങ്ങും അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്ലഷറും മാത്രം കൊണ്ടല്ല ഈ ബുധൻ സാറ്റിസ്ഫൈഡ് ആണ്. ബുധന് എൻ്റർടൈൻമെൻ്റാണ്, അത് വേറൊരു ശൈലിയാണ്. അപ്പം നന്നായിട്ട് സൂക്ഷിച്ചോളുക. ശുക്രന് ബലമുള്ളവർക്ക് കുറച്ച് പ്രണയത്തോട് ഒരാൾ കൂടെ ഉള്ളതും സപ്പോർട്ടീവായിട്ടിരിക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. ചന്ദ്രനും ബുധനും ഒക്കെ ബലമുള്ളവരുടെ ഒന്നും കൂടെ പോയി പെടാതിരിക്കുക. നൗ ഡേയ്സ് ലോയലിറ്റി ഈസ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പൊതുവെ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. ബലവാനായ ശുക്രൻ കേട്ടോ. ഈ ശുക്രന് പാപബന്ധവും പാപമധ്യസ്ഥിതിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബലവാനായ ശുക്രൻ പൊതുവേ നല്ലത് തന്നെയാണ്. ഇനി ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെമഡീസ് ആൻഡ് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു ഇമോഷണൽ റെഗുലേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു ഇമോഷണൽ അവെയർനെസ് കൾട്ടിവേറ്റ് ചെയ്തെടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ 2ാം പകുതി കട്ടപ്പുകയായിരിക്കും. ഒരു 40+ ഒക്കെ
സമാധാനം ഉണ്ടാവില്ല. നമ്പർ 2, പ്രാക്ടിക്കൽ മോഡറേഷൻ എന്ന് വെച്ചാൽ സെൽഫ് ഡിസിപ്ലിനോടുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റും ഒരു ലൈഫ് സ്റ്റൈലും കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അതിനുള്ള ഫലം എന്താ അറിയുമോ? പുറമേ കാണുന്ന പോലൊന്നും അല്ല റിയൽ ലൈഫ്. പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിൽ ഒരു വൻ പരാജയമായിട്ട് മാറും. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഇന്നർ ബ്യൂട്ടി. പുറമേ ഉള്ള ബ്യൂട്ടിയിലും ഫോക്കസ് ചെയ്തോളൂ. നിങ്ങൾക്കത് വേണം, ചെയ്യണം, അതിന് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ അതൊക്കെ നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം ഇന്നർ ബ്യൂട്ടിയിൽ, ആന്തരിക സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള ക്വാളിറ്റീസ്, ഇന്നർ ക്വാളിറ്റീസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതിനെ വളർത്തിയെടുക്കുക. നമ്മൾ ഈ പറയുന്ന പോലെ കൈൻഡ്നെസ്, എമ്പതി, ഗ്രാറ്റിറ്റ്യൂഡ്, സപ്പോർട്ട് ചെയ്യുന്നത്, കമ്പാഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ബോധപൂർവ്വം ശ്രമിക്കണം. എന്നാലേ പുറത്തുനിന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബേളം വെച്ചോണ്ടിരിക്കും. വാസ്തവത്തിലൊന്നും കിട്ടാത്തത് നമ്മുടെ അടുത്തില്ലാത്തതുകൊണ്ടാണ്. അത് മറന്നു പോകരുത്. അടുത്തത്, ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ഇവർക്കുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ഹോബീസ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കളക്ഷൻസോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കളക്ഷൻസോ അല്ലെങ്കിൽ ബുക്സിൻ്റെ കളക്ഷൻസോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ സമാനം ഉണ്ടാവില്ല. കുറച്ച് ഏരിയ അതിനു വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു നല്ല റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കണം. മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട്, നല്ല സ്നേഹത്തോടു കൂടി തൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിന് ഒരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇടപെടുകയും നല്ല രീതിയിൽ ഉള്ളൊരു കുടുംബജീവിതവും അല്ലെങ്കിൽ റിലേഷൻഷിപ്പും ഉണ്ടാവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. റിലേഷൻഷിപ്പ്, സ്നേഹം എന്ന് പറയുന്നത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ലെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ പ്ലഷറോ ഒന്നുമല്ല. അതിനൊക്കെ ഒരുപാട് മുകളിലാണ്. പലപ്പോഴും ആ തലത്തിലൊക്കെ മനസ്സിലാക്കി ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവരല്ലേ, ശുക്രന് ബലമുള്ളവർ വരുന്നത് കുറേ പ്രായമാകുമ്പോഴേ. അപ്പോഴത്തേക്ക് ഒരുപാട് നഷ്ടബോധങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ചെറുപ്പത്തിൽ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്ത പരിഹാരം എന്ന് പറയുന്നത് മഹാലക്ഷ്മി, യക്ഷി, അന്നപൂർണേശ്വരി, ഭൃഗുനന്ദനെ കൊണ്ട്, അതായത് ഭൃഗു എന്ന് പറഞ്ഞ മഹർഷിയുടെ പുത്രനാണ് ശുക്രൻ. ശുക്രനെ കൊണ്ട് ചിന്തിക്കേണ്ടത് മഹാലക്ഷ്മി പ്രീതി വരുത്തണം. അന്നപൂർണേശ്വരി ആയിട്ടുള്ള ദേവിയുടെ അനുഗ്രഹം, അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ യക്ഷി അമ്മയെ ആരാധിക്കണം. തെക്കൻ കേരളത്തിൽ അത് കൂടുതലായിട്ട് അതിൻ്റെ ക്ഷേത്രങ്ങളും ഒക്കെയാണ്. മിക്ക മഹാക്ഷേത്രങ്ങളിലും യക്ഷിക്ക് പ്രതിഷ്ഠയുണ്ട്. ഒരു ഭൗതിക ദേവതയും കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കൂത്തമ്പലങ്ങളിലൊക്കെയാണ്. കൂത്തുപുര എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രങ്ങളിൽ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. അറിയുമോയെന്നറിയില്ല. ഈ പാട്ടുകളും ഡാൻസുകളും കളവെടുത്തും പാട്ടും ഒക്കെ നടക്കുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ അടുത്ത് ശുക്രൻ്റെ അതിദേവതയായിട്ടുള്ള യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ച് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൂത്തൊക്കെ നടക്കുന്ന രീതികളിൽ. ഇനിയുള്ളത് ഗണപതി ഭഗവാനാണ്. ഗണപതി ഭഗവാനെയും പ്രീതിപ്പെടുത്തുക. ശുക്രൻ ഓജരാശിയിൽ ബലപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഗണപതിയാണ് അതിനുള്ള പരിഹാരം. ഗണപതി പ്രീതിയും വരുത്തുക. അതൊക്കെയാണ് ഉള്ളത്. ശുക്രനെ കുറിച്ച് കൂടുതൽ പരിഹാരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ശുക്രൻ്റെ റെമഡീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് റെമഡീസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്തിട്ട് ശുക്രൻ്റെ റെമഡീസ് കേട്ട് നോക്കുക. വളരെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. കേട്ട് പഠിച്ച് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നല്ല രസമുള്ളൊരു പ്ലാനറ്റാണ് ശുക്രൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാരകത്വം ഉള്ള ഒരു പ്ലാനറ്റാണ് ശുക്രൻ. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് ഈ സ്വഭാവമുണ്ടോ എന്നുള്ളത് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് ഒന്ന് സ്വയം അവരവരുടെ ജാതകം നോക്കിയിട്ട് പരിശോധിക്കുക. അല്ലാത്തവർ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവരുടെ ജാതകങ്ങളെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് കണ്ടെത്തുക. അപ്പം അടുത്തത് ഒട്ടും ഇഷ്ടമല്ലാത്ത ശുക്രൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്ലാനറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ശനി ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ സൂചനയായിരിക്കും ഒരാൾക്ക് തരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.